ഡിസ്ചാർജ് ആയാ? ഡിസ്ചാർജ് ചെയ്യുമെന്ന് 2 ദിവസമല്ലായിട്ടുള്ളൂ ഭീമ. നിങ്ങളൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ടൊരു ഹോസ്പിറ്റലിൽ കയറ്റുക? അല്ല നീ സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകണോ? പിന്നല്ലാണ്ട് വയസ്സാങ്കാലത്ത് നമ്മളൊക്കെ ആര് നോക്കാനാണ്? അല്ല ഞാനിപ്പോ ഇതിൽ എന്തിനാണോ നീ പറയുന്നത്? ജോന്റെ അങ്കിളില്ലേ? ആരുടെ? ജോമോൻ, അതായത് എന്റെ ചെറുക്കൻ. അന്ന് ജോന്റെ അങ്കിള് നമ്മുടെ വഴി കൂടെ കാറ് വരില്ല, ലോറി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അപ്പന്റെ കുരു പൊട്ടിച്ച് ആകെ അലമ്പാക്കി പണ്ടാറടങ്ങിയ കല്യാണാലോചന. അതേ ചെറുക്കൻ. അത് ശരി. അപ്പൊ ഇപ്പൊ അമ്മാവന് കുഴപ്പമൊന്നുമില്ല? അത് ജോഡിയിൽ ചെയ്തോളാന്നാ പറഞ്ഞിട്ടില്ലേ. ആക്ച്വലി ജോക്ക് നല്ല താല്പര്യമുണ്ട്. എനിക്കും. ഈ ജോ മോൻ എന്നാണോ വരുന്നത്? അടുത്ത ആഴ്ച. കുറച്ച് ദിവസത്തെ ലീവുള്ളൂ. അപ്പോ എങ്ങനെയെങ്കിലും അപ്പനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എങ്ങനെയാ അമ്മക്ക്? കുഴപ്പമില്ല. ഞാൻ അന്നൊന്നും അറിഞ്ഞില്ലടാ. അടുത്ത ദിവസം രാവിലെ അറിഞ്ഞ. നമ്മുടെ കാര്യം അറിയാല. 8 മണിയാകുമ്പോ കൊന്തയും ചൊല്ലി ഭക്ഷണം കഴിച്ച് കയറി കിടന്ന് ഉറങ്ങുമല്ല. സഹിക്കണോടാ? വേണ്ട. വേണ്ട. എടാ ഭീമ, ഇപ്പഴാണ് അമ്മ ശരിക്കും ഭീമ തമ്മിയത്. അച്ഛനെ ഒന്നും സഹായിക്കട്ടെ സ്പൈഡർമാനെ. എന്റെ റീത്തെ, ആ ഊതാമ്പള്ളിയുടെ അവിടെ നിന്ന് ഇവിടെ എത്താൻ 20 മിനിറ്റ് എടുത്തു. എനിക്ക് വയ്യാണ്ടായി പിള്ളേ. സൗകര്യമുള്ള ഒരു പുതുവഴി വേണമെന്ന് ഈ നാട്ടുകാർക്കെങ്കിലും തോന്നണ്ടേ? ഈ ഭീമം പോലും ഇത് പറയണത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ എന്ത് പറയാനാ, ചേച്ചി മുനിസിപ്പാലിറ്റി വിചാരിച്ചു നടക്കും. എടാ നീ ഒന്ന് മനസ്സ് വെച്ചാ ഈ വഴി കൂടെ ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് കാറ് ഞാൻ കയറ്റും. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് വിചാരിച്ചു. അപ്പൊ കാണാം ഹൃദയം ഉണ്ടോ ഇല്ലയോ എന്ന്. ആ ഹൃദയത്തിനകത്ത് ആരോ ഒഴിച്ചടാവേ. അന്നേരമാണ് മുടിഞ്ഞ മഴയും. എല്ലാരും കൂടി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവളെ ഞാൻ ആ കാറെ കെട്ടി അങ്ങ് വിട്ടു. ഞാനോട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാവലിരുന്നു. ഒഴിക്കടാ. తులాంగారు ఒక పాయింట్ లో 6 పెగ్గులున్నాయి. 2 నేను తాగాను, 2 మీరు తాగారు. ఒకటి ఈయన తాగారు, ఒకటి ఆయన తాగారు. అయిపోయింది. എത്ര നേരമായിട്ട് വിളിക്കുന്നു? എവിടെയാണ് ചെന്ന് അവിടെ അങ്ങ് ചടഞ്ഞിരുന്നോണം. ഇറങ്ങി ഇങ്ങോട്ട്. വാ ഇറങ്ങ്. നിനക്ക് ഈ ഉടുപ്പ് ഹൈദരാബാദിൽ എങ്ങനെ ഇടാൻ മേലെ? ഈ മലമുട്ടി വന്നിട്ട് ആര് കാണാനാ? ഓണക്ക പൈന്റുമായിട്ട് അവൻ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഗംഭീരമായിട്ട് കൂടാട്ടോ. ശരി, ഒരു കാര്യം ഇവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ ഇത് എങ്ങോട്ട് പോയതാ? ഞാൻ അവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി. എടാ നമ്മളൊക്കെ വഴിക്ക് ആവശ്യമുള്ള ആൾക്കാരാ. നീ ഒന്ന് ഇറങ്ങിച്ചെന്ന് എല്ലാരെയും കണ്ടൊന്ന് സമ്മതിപ്പിച്ച് എടുത്തു കഴിഞ്ഞാ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഞാൻ ഏറ്റു. ശരി എന്നാ. അഭീമ, ചെറുതുപോലെ നിൽപ്പുണ്ടോ? എന്റെ ചേച്ചി എനിക്ക് പോലും തികഞ്ഞില്ല. ഒട്ടുമില്ലേ? ഒരു തുള്ളി പോലും ഇല്ല. പക്ഷെ തുറക്കം പോയി.